നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന സന്ദേശമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തന്നെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കുവശം പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷോറൂം TVS മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ടോപ്പ് ആവൻ TVS മാനേജിംഗ് ഡയറക്ടർ KN പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രീയമായ അടിത്തറകളില്ലാതെ പക്ഷിപ്പനിയെ സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാനൊരുങ്ങിയാൽ ജില്ലയിലെ താറാവ് കർഷകർ ദയനീയ അവസ്ഥയിലാകുമെന്ന് താറാവ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന മുദ്രാവാക്യമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ അഥവാ എല്ലാവരെയും കണക്കിൽപ്പെടുത്തുക, ആരെയും ഒഴിവാക്കാതിരിക്കുക എന്ന സന്ദേശമുയർത്തി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തന്നെ സഹോദരങ്ങളെ ഇന്ത്യയിലെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് കേരളവും അവർ വരുന്ന സംസ്ഥാനവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ ഉത്തരങ്ങളിൽ ഒന്നായി കിട്ടുക അവരുടെ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്ലാനിങ് ഒരിക്കലും ജനസംഖ്യാ നിയന്ത്രണം അല്ല, പക്ഷെ നമ്മുടെ ഫാമിലിയെ നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടി നമുക്ക് എപ്പോഴാണ് വേണ്ടത്, നമ്മുടെ 2 കുട്ടികൾ തമ്മിൽ എത്ര വ്യത്യാസം വേണം, നമുക്ക് മൊത്തത്തിൽ എത്ര കുട്ടികൾ വേണം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി പ്ലാൻ ചെയ്ത് പോകാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ആരോഗ്യവകുപ്പ് ഈ ദിനത്തെ കാണുന്നത്. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിൽ അധ്യക്ഷയായി. ഏകാരോഗ്യം ജില്ലാ മെന്റർ ഉണ്ണി അഹമ്മദ്, ഡോക്ടർ PK ബീന, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ KA ബീന, ബിന്ദു രാജേഷ്, നിർമ്മല അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ സ്വാഗതവും നഴ്സിംഗ് ഓഫീസർ ബിസ്മി ചടങ്ങിന് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും വൈക്കം ചെമ്മനാട് BCF കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മൈമും സംഘടിപ്പിച്ചു. രാജ്യത്തെ തന്നെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കുവശം പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷോറൂം TVS മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ടോപ്പ് ആവൻ TVS മാനേജിംഗ് ഡയറക്ടർ KN പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. രാജ്യത്തെ തന്നെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കുവശം പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷോറൂം TVS മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഗ്രോത്ത് നമ്മൾ പല ഡീലർഷിപ്സിലും കേരളത്തിൽ ഏതാണ്ട് 31ഓളം ഡീലർഷിപ്സ് ഉണ്ട്. അപ്പം നമുക്ക്
എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഡീലർ. അപ്പോൾ ഒരു കാര്യം പ്രേമാനന്ദ് സാർ പറഞ്ഞു, വളരെ നല്ല രീതിയിൽ ആലപ്പുഴയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡീലർഷിപ്പാണ്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. വളരെ നല്ല രീതിയിൽ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡീലർ ടോപ്പ് ഹാവനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം നമ്മളിവിടെ ഒരു മെയിൻ ഡീലർഷിപ്പ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തതും എന്നിട്ട് അവിടെ ടോപ്പ് ഹാവൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഒരു ടീം വർക്ക് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള 7 ബ്രാഞ്ച് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നമുക്കുണ്ട് കഴിഞ്ഞ 4 വർഷം കൊണ്ട്. അതൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. അത് ഐ തിങ്ക് ദേ ഡിസേർവ് എ റൗണ്ട് ഓഫ് അപ്ലോസ്. ടോപ്പ് ഹാവൻ TVS മാനേജിംഗ് ഡയറക്ടർ KN പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ RTO AK ദിലു പുതിയ ഷോറൂമിൽ നിന്നുള്ള ആദ്യ വാഹനത്തിന്റെ താക്കോൽദാനം നടത്തി. TVS മോട്ടോർ കമ്പനി ഏരിയ സർവീസ് മാനേജർ KR നിത്യാനന്ദ, RTO AK ദിലു, പ്രസാദ് കൃഷ്ണ എന്നിവർ ചേർന്ന് കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി. തുടർന്ന് TVS മോട്ടോർ കമ്പനി ടെറിട്ടറി സർവീസ് മാനേജർ B സുബിൻ ചികിത്സാ സഹായ വിതരണവും ടെറിട്ടറി മാനേജർ ധീരജ് സുധീർ ലക്കി ഡ്രോ വിജയികളെ പ്രഖ്യാപിക്കൽ ചടങ്ങും നടത്തി. നഗരസഭാ കൗൺസിലർമാരായ R രമേശ്, സുമ വിനീഷ്, ടോപ്പ് ഹാവൻ TVS മാനേജിംഗ് പാർട്ണർ നടേഷ് പ്രേമാനന്ദൻ, ജനറൽ മാനേജർ അരവിന്ദ് ദിനേശ്, മാനേജർ PS അഭിരാം, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എൻവയറൺമെന്റൽ എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണന്റെ വേർപാടിന് ഒരാണ്ട് തികയുകയാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് ഈ വരുന്ന 13-ാം തീയതി ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നതാണ്. നമുക്കറിയാം, ബിജു പ്രസ് ക്ലബ്ബുമായിട്ടും നമ്മുടെ മാധ്യമ പ്രവർത്തകരെല്ലാവരുമായിട്ടും ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനാകും. G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് കോർഡിനേഷൻ ഡയറക്ടറും ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിഭാഗം മുൻ മേധാവിയുമായിരുന്ന മുരളി തുമ്മാരക്കുടി അനുസ്മരണ പ്രഭാഷണം നടത്തും. ജൂലൈ 13 സെക്കൻഡ് സാറ്റർഡേ ആലപ്പുഴ ഹോട്ടൽ റോയൽ പാർക്കിൽ വെച്ച് രാവിലെ 10:30 നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ G സുധാകരൻ അവർകളാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേരുന്നത് ഐക്യരാഷ്ട്രസഭ ദുരന്ത നിവാരണ വിഭാഗം മുൻ തലവനും ഇപ്പോൾ G20 ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് കോർഡിനേഷൻ്റെ ഡയറക്ടറുമായ ശ്രീ മുരളി തുമ്മാരുകുടിയാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മുൻ ചെയർമാൻ K സജീവൻ, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ നിഷ ആൻഡ് ജേക്കബ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. അനുസ്മരണ സമ്മേളനത്തെ തുടർന്ന് പരിസ്ഥിതി മേഖലയിൽ നൂതനമായ ആശയ ആവിഷ്കാരത്തിനുള്ള ബിജു മെമ്മോറിയൽ പുരസ്കാര വിതരണവും നടക്കുമെന്ന് KA ബാബു, ഗൗരി കാർത്തിക, S നിതിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ശാസ്ത്രീയമായ അടിത്തറകളില്ലാതെ പക്ഷിപ്പനിയെ സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാൻ ഒരുങ്ങിയാൽ ജില്ലയിലെ താറാവ് കർഷകർ ദയനീയ അവസ്ഥയിലാകുമെന്ന് താറാവ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശാസ്ത്രീയമായ അടിത്തറകളില്ലാതെ പക്ഷിപ്പനിയെ സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാൻ ഒരുങ്ങിയാൽ ജില്ലയിലെ താറാവ് കർഷകർ ദയനീയാവസ്ഥയിലാകുമെന്ന് താറാവ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദഗ്ധ സമിതികളുടെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയമായ അടിത്തറകളില്ല. എല്ലാ നിഗമനങ്ങളും ഊഹാപോഹങ്ങളുടെ ബലത്തിലാണ്. നിരോധനം 2025 മാർച്ച് വരെ വേണമെന്ന ശുപാർശയ്ക്കും ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. മറിച്ച് അനുമാനങ്ങളാണ് എല്ലാം തന്നെ. വംശനാശത്തിന് തന്നെ കാരണമായേക്കാവുന്ന അനുമാനത്തിൻ്റെയും ഊഹാപോഹത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നിരോധന തീരുമാനം തീർത്തും അശാസ്ത്രീയമാണെന്നും B രാജശേഖരൻ കൂട്ടിച്ചേർത്തു. ആനിമൽ ഹസ്ബൻഡറിയുടെ മിനിസ്റ്റർ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ വളരെ ദയനീയമായൊരവസ്ഥയിലേക്ക് ജില്ലയിലെ താറാവ് കർഷകരും താറാവ് കൃഷിയും
മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മാസം 14-ന് ഹരിപ്പാട് പള്ളിപ്പാട് നടക്കുന്ന ജില്ലാ താറാവ് കർഷക സംഘം സമ്മേളനത്തിൽ താറാവ് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ബി രാജശേഖരൻ കൂട്ടിച്ചേർത്തു. പള്ളിപ്പാട് വെച്ച് ഈ താറാവ് കർഷക സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ദേവകുമാർ, ജോൺ തോമസ്, മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം 14-ാം തീയതി നടക്കുകയാണ്. താറാവ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ ശാമുവലും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നേരത്തെ DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SP ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുവാദപ്പെടുന്ന പെൺകുട്ടി പോലീസിനറിയാം, റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കറിയാം, പാർട്ടിക്കാർക്കും അറിയാം പട്ടികജാതി പെൺകുട്ടിയാണെന്ന്. പട്ടികജാതിക്കാർക്ക് പരിരക്ഷയുണ്ട്. അവരുടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പട്ടികജാതി പീഡന നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം. കഠിനമായ കേസാണിത്. ആ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. ഇന്നലെ വരെ പ്രതീക്ഷിച്ചത് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഞങ്ങൾക്കില്ല. നീതി കിട്ടില്ലെന്ന് ഉറപ്പാക്കിയത് കൊണ്ടുതന്നെയാണ് ഇന്ന് അധികാരികളുടെ മുമ്പിൽ ഈ ധർണയുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു സൂചനയാണ്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് ഈ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തത്. 3 ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്പമെങ്കിലും നീതിയും ഉണ്ടാകുന്ന പ്രതീക്ഷ. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിദു രാഘവൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രവിപുരത്ത് രവീന്ദ്രൻ, വി ശശി, മധു ജനാർദ്ദനൻ, TS സുബ്രഹ്മണ്യൻ, PK സുശീലൻ, K സുരേഷ് കുമാർ, AC ചന്ദ്രൻ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ വസന്ത ഗോപാലകൃഷ്ണൻ, PK അച്യുതൻ, M ദിവാകരൻ, VK വിശ്വനാഥൻ, MV ആണ്ടപ്പൻ, ജനറൽ സെക്രട്ടറിമാരായ R ബാലൻ, P രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ, ജയനാഥ് വയലാർ, രാജീവ് വയലാർ, PV വിജയൻ, പത്മ രഘുനാഥ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ C പ്രസന്നകുമാരി, PR വിശ്വംഭരൻ, സദാനന്ദൻ, യശോധരൻ, MG കാർത്തികേയൻ, രാംകിഷോർ, രമേഷ് കുമാർ, മോഹനൻ കാട്ടൂർ, കൃഷ്ണൻകുട്ടി, രഘുവരൻ, ശ്രീകുമാർ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മേടയിൽ അനിൽകുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി, ആ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴ MLA. ആ അമ്പലപ്പുഴ MLAയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും അടങ്ങുന്ന ആ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അവിടെ OP ടിക്കറ്റിന്റെ ഇനത്തിൽ തന്നെ ഒരു ദിവസം എത്രായിരം രൂപ അവിടെ വരുമാനമുണ്ട്. ആ വരുമാനം അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് ഹോസ്പിറ്റലിലെ സകല ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ സകലതും കേടാക്കിക്കൊണ്ട് എന്താന്ന് വെച്ചാൽ സ്വകാര്യ മേഖലകളിലേക്ക് ചീട്ടെഴുതി കൊടുത്ത് പരിശോധന നടത്തി വരേണ്ട സാഹചര്യം. നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സുമേഷ് പള്ളിക്കൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന കമ്മിറ്റി അംഗം PV പങ്കജാക്ഷൻ, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് അനിത സന്തോഷ്, അഹമ്മദ് മാതളശ്ശേരിയിൽ, KV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിക്കടി വിവാദങ്ങൾ ഉണ്ടാകുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDC പിരിച്ചുവിടുക, രോഗികളോടുള്ള ജീവനക്കാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക, സ്വകാര്യ ലാബുകൾക്ക് ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ എന്ന സന്ദേശമുയർത്തി ലോക ജനസംഖ്യാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തന്നെ പ്രമുഖ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ TVS മോട്ടോർ കമ്പനിയുടെ ആലപ്പുഴയിലെ മുഖ്യ ഡീലറായ ടോപ്പ് ആവൻ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷന് വടക്കുവശം പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷോറൂം TVS മോട്ടോർ കമ്പനി ഏരിയ മാനേജർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ടോപ്പ് ആവൻ TVS മാനേജിംഗ് ഡയറക്ടർ KN പ്രേമാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനകീയ പരിസ്ഥിതി എഞ്ചിനീയറായിരുന്ന ബിജു ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഈ മാസം 13 രാവിലെ 10 മണിക്ക് ആലപ്പുഴ റോയൽ പാർക്ക് ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മന്ത്രി G സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രീയമായ അടിത്തറകളില്ലാതെ പക്ഷിപ്പനിയെ സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി നടപ്പാക്കാനൊരുങ്ങിയാൽ ജില്ലയിലെ താറാവ് കർഷകർ ദയനീയ അവസ്ഥയിലാകുമെന്ന് താറാവ് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രാജശേഖരൻ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.